ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 46 വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങളിൽ അറിഞ്ഞ് യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി. സ്നേഹമുള്ളവരെ, നമ്മളിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം അത് രൂക്ഷമായപ്പോൾ കർത്താവ് ചെയ്തത്, അവരിൽ ഒരാൾ, കുഞ്ഞുങ്ങളിൽ ഒരാളെ മുൻപിൽ നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തു. അത് നൽകുന്ന സൂചന എന്താണ്? സ്നേഹമുള്ള, ഈ തർക്കം നമ്മളിലുണ്ടോ? ആരാണ് വലുത്, ആരാണ് ചെറുത്? വലിയവനാകാനുള്ള ശ്രമങ്ങളൊക്കെ സ്നേഹമുള്ളവരെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, വലിയവനാകാൻ എളുപ്പമാണ്, ചെറിയവനാകുക അത്ര എളുപ്പമല്ല. അതെന്താണ്? ശിശു സഹജമായ സ്വഭാവമുള്ളവനായി മാറുക എന്നതാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ശിശുക്കൾക്കുള്ള നൈർമല്യം നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയോ? എല്ലാത്തിനെയും അതിൻ്റേതായ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാനുള്ള പക്വത നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയോ? ചിരിയുടെ ആ നന്മ നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയോ? ഇപ്പോൾ കരഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അല്പം കഴിഞ്ഞ് അതൊക്കെ മറന്നു പോകുന്ന ശിശുക്കൾക്കുള്ള ആ നന്മ നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയോ? എല്ലാത്തിനെയും നന്നായി പഠിക്കാൻ ശ്രമിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന, ക്യൂരിയോസിറ്റിയുള്ള ആ സ്വഭാവം നിന്നിൽ നിന്നും ചോർന്നു പോയോ? എത്രയോ 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 നന്മകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രായമാകും തോറും നഷ്ടപ്പെട്ടു പോകുന്ന ഈ ശിശു സഹജമായ നന്മകളെ വീണ്ടെടുക്കാൻ സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ശിശുവിനെ ഈശോ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ്. വലിയവനാകാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ ശിശു സഹജമായ നന്മകൾ ആർജിച്ചെടുക്കാനുള്ള ആ വലിയ വലിപ്പത്തിലേക്ക് നമുക്ക് വളരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.